Hi friends, Andro Creationsലേക്ക് എല്ലാവർക്കും ഒരിക്കൽ കൂടി സ്വാഗതം. എൻ്റെ പേര് അർജുൻ. ഇന്നത്തെ വീഡിയോയുടെ ടോപ്പിക് എന്ന് പറയുന്നത് യൂട്യൂബർ ഫ്രണ്ട്ലി ആണ്. അതായത് യൂട്യൂബുമായി ബന്ധപ്പെട്ടുള്ള ചെറിയൊരു ടോപ്പിക്കുമായിട്ടാണ് ഞാനിന്ന് നിങ്ങൾക്ക് മുന്നിൽ വന്നിട്ടുള്ളത്. യൂട്യൂബിൽ വീഡിയോസുകൾ അപ്ലോഡ് ചെയ്യുന്ന ചെറിയ യൂട്യൂബർമാരും അതുപോലെ തന്നെ ചെറുതായിട്ട് വളർന്നുകൊണ്ടിരിക്കുന്ന എന്നെപ്പോലുള്ള യൂട്യൂബർമാർക്കും എനിക്കറിയാവുന്ന കാര്യങ്ങൾ നിങ്ങളോട് പറയുന്നതിന് വേണ്ടിയാണ് യൂട്യൂബർ ഫ്രണ്ട്ലി എന്ന് പറയുന്ന ഈ ഒരു ടോപ്പിക്ക് ചില ദിവസങ്ങളിൽ ഞാൻ ഈ ഒരു യൂട്യൂബ് ചാനലിൽ ഞാൻ വീഡിയോ ആയിട്ട് അപ്ലോഡ് ചെയ്യുന്നത്. അപ്പോൾ ഇന്നത്തെ ടോപ്പിക് എന്ന് പറയുന്നത് ഒരുപാട് പേർ എന്നോട് യൂട്യൂബുമായി ബന്ധപ്പെട്ടുള്ള ഒരുപാട് പേർ എന്നോട് ചോദിക്കുന്ന ഒരു ചോദ്യം തന്നെയാണ്. നമ്മുടെ വീഡിയോസുകൾ നമ്മൾ യൂട്യൂബിൽ അപ്ലോഡ് ചെയ്യുന്ന വീഡിയോസുകളുടെ ലിങ്ക് ഫേസ്ബുക്കിലോ വാട്സപ്പിലോ മറ്റേതെങ്കിലും പ്ലാറ്റ്ഫോമിലോ നമ്മൾ ലിങ്ക് ഷെയർ ചെയ്യുന്നത് കൊണ്ട് എന്തെങ്കിലും പ്രശ്നമുണ്ടോ ഇല്ലയോ എന്നുള്ളതിനെക്കുറിച്ചും യൂട്യൂബുമായി ബന്ധപ്പെട്ട് പറയുകയാണെങ്കിൽ യൂട്യൂബ് തന്നെ സമ്മതിച്ച് തരുന്ന ഒരു കാര്യമാണ് നിങ്ങൾ വീഡിയോസുകളുടെ ലിങ്ക് ആർക്ക് വേണമെങ്കിലും ഷെയർ ചെയ്ത് കൊടുത്തോളൂ എന്നുള്ളത്. കാരണം എന്ന് പറഞ്ഞാൽ യൂട്യൂബിൽ തന്നെ വീഡിയോസുകളുടെ ലിങ്ക് എടുക്കുവാനും മറ്റുള്ളതിലേക്ക് ഷെയർ ചെയ്ത് കൊടുക്കാനുള്ള ഓപ്ഷനുകളെല്ലാം തന്നെ യൂട്യൂബിൽ ആ ഒരു ലിങ്കിങ് ഓപ്ഷനിൽ ഉണ്ട് എന്നുള്ളതാണ്. നമുക്ക് ഏത് വീഡിയോ ആണ് ഇഷ്ടം ആ ഒരു വീഡിയോയുടെ ഷെയർ ഓപ്ഷനിൽ ക്ലിക്ക് ചെയ്യുക. അവിടെ നിന്നുകൊണ്ട് തന്നെ നമുക്ക് മറ്റ് പ്ലാറ്റ്ഫോമിലേക്ക് ഷെയർ ചെയ്ത് കൊടുക്കാനുള്ള സൗകര്യമുണ്ട്. അത് യൂട്യൂബ് തന്നെ നൽകുന്നത് കൊണ്ട് തന്നെ നമുക്ക് യൂട്യൂബ് അത് അനുവദിക്കുന്നു എന്ന് തന്നെ നമുക്ക് പറയാൻ സാധിക്കും എന്നുള്ളതാണ്. കാരണം യൂട്യൂബ് അങ്ങനെ അല്ലാന്നുണ്ടെങ്കിൽ അങ്ങനെ ഷെയർ ചെയ്യാൻ പാടില്ല എന്നുണ്ടെങ്കിൽ യൂട്യൂബിന് വേണമെങ്കിൽ ആ ഒരു ഷെയറിംഗ് ഓപ്ഷൻ ഓഫ് ചെയ്ത് വെക്കാം, ഡിസേബിൾ ചെയ്ത് വെക്കാവുന്നതാണ്. അങ്ങനെയൊന്നും യൂട്യൂബ് ചെയ്യുന്നില്ല. നമ്മുടെ വീഡിയോസുകൾ തന്നെ ചെയ്യണമെന്നില്ല. നമുക്ക് മറ്റ് ഏതൊരു വീഡിയോസ് നമ്മുടെ യൂട്യൂബിൽ കാണുന്ന ഏതൊരു വീഡിയോസിൻ്റെ ലിങ്ക് മറ്റുള്ളവർക്ക് ഷെയർ ചെയ്ത് കൊടുക്കാൻ സാധിക്കുമെന്നുള്ളതാണ്. അതുകൊണ്ട് തന്നെ യൂട്യൂബ് പറയുന്നില്ല, ഒരിക്കലും യൂട്യൂബ് പറയുകയില്ല നിങ്ങളുടെ വീഡിയോസുകൾ മറ്റുള്ളവർക്ക് ഷെയർ ചെയ്ത് കൊടുക്കാൻ പാടില്ല, വാട്സപ്പിൽ ഷെയർ ചെയ്ത് കൊടുക്കാൻ പാടില്ല, ഫേസ്ബുക്കിൽ ഷെയർ ചെയ്ത് കൊടുക്കാൻ പാടില്ല, അങ്ങനെയൊന്നും യൂട്യൂബ് പറയില്ല. നിങ്ങൾക്ക് ഷെയർ ചെയ്ത് കൊടുക്കാം. അപ്പോൾ ഏകദേശം ഒരു കാര്യം നിങ്ങൾക്ക് മനസ്സിലാക്കണമെന്ന് വിചാരിക്കുന്നു. നമ്മുടെ വീഡിയോസുകൾ ആർക്ക് വേണമെങ്കിലും ഏത് പ്ലാറ്റ്ഫോമിൽ വേണമെങ്കിലും വാട്സപ്പിലോ ഫേസ്ബുക്കിലോ എവിടെ വേണമെങ്കിലും ഷെയർ ചെയ്ത് കൊടുക്കുന്നതിന് യൂട്യൂബിന് യാതൊരുവിധ പ്രോബ്ലംസും ഇല്ല എന്നുള്ളതാണ്. എന്നാൽ നമ്മളെല്ലാം യൂട്യൂബിൽ വീഡിയോസുകൾ അപ്ലോഡ് ചെയ്യുന്നത് എന്തിനാണ്? പൈസയ്ക്ക് വേണ്ടി തന്നെയാണ്. അതായത് നമുക്കതിൽ നിന്ന് ഒരു വരുമാനം കിട്ടും എന്നുള്ള പ്രതീക്ഷയിൽ തന്നെയാണ് ഇപ്പോൾ വരുന്ന യൂട്യൂബർമാരും അതുപോലെ തന്നെ യൂട്യൂബിൽ നിന്ന് വരുമാനം നേടിക്കൊണ്ടിരിക്കുന്ന ആൾക്കാരും ചെയ്യുന്നത്. കാരണം എന്ന് പറയുന്നത് ഇന്നല്ലെങ്കിൽ നാളെ നമ്മുടെ ചാനൽ മോണിറ്റൈസേഷൻ, അതായത് പൈസ കിട്ടാത്ത ചാനലാണെങ്കിൽ ഇന്നല്ലെങ്കിൽ നാളെ മോണിറ്റൈസേഷൻ കിട്ടുമ്പോൾ നമുക്ക് അതിൽ നിന്ന് വരുമാനം കിട്ടും. അതുകൊണ്ട് നമുക്ക് എത്രയും പെട്ടെന്ന് നമുക്ക് 4000 മണിക്കും നിങ്ങൾക്ക് അറിയാമായിരിക്കും. മോണിറ്റൈസേഷൻ എനേബിൾ ആവണമെങ്കിൽ 1000 സബ്സ്ക്രൈബും 4000 വാച്ച് അവറും വേണം. ഈ 4000 വാച്ച് അവർ വളരെ പെട്ടെന്ന് നേടുന്നതിന് വേണ്ടി നമ്മൾ എന്ത് ചെയ്യും? പെട്ടെന്ന് നമ്മുടെ വീഡിയോസുകൾ പല പ്ലാറ്റ്ഫോമിലും വാട്സപ്പിൽ ഫേസ്ബുക്കിൽ തുടങ്ങി പല പ്ലാറ്റ്ഫോമിലും നമ്മൾ ലിങ്ക് ഷെയർ ചെയ്ത് കൊടുക്കും, വളരെ പെട്ടെന്ന് കിട്ടുന്നതിന് വേണ്ടി. മോണിറ്റൈസേഷൻ വളരെ പെട്ടെന്ന് കിട്ടി നമുക്ക് പൈസ കിട്ടുന്നതിന് വേണ്ടി. അപ്പോൾ പൈസ കിട്ടി തുടങ്ങിയ ചാനലാണെങ്കിൽ മോണിറ്റൈസേഷൻ ഉള്ള ചാനലാണെങ്കിൽ നമുക്ക് നമ്മുടെ വീഡിയോസുകൾ മറ്റു പ്ലാറ്റ്ഫോമുകളിലേക്ക് ഷെയർ ചെയ്ത് കൊടുക്കുമ്പോൾ അതിൽ നിന്ന് കൂടുതൽ വ്യൂസുകൾ കിട്ടുകയും നമുക്ക് അതിൽ നിന്ന് വരുമാനം കൂടുതൽ കിട്ടുകയും ചെയ്യും എന്നുള്ളത് കൊണ്ട് നമ്മൾ വീഡിയോസുകൾ മറ്റ് പ്ലാറ്റ്ഫോമിലേക്ക് ഷെയർ ചെയ്ത് കൊടുക്കും. പക്ഷേ ഇങ്ങനെ ചെയ്യുമ്പോൾ ഉണ്ടാകുന്ന പ്രശ്നം എന്താണെന്ന് ചോദിക്കുകയാണെങ്കിൽ യൂട്യൂബ് എപ്പോഴും എല്ലാവരുടെ ചാനലും അവർ റിവ്യൂ ചെയ്തുകൊണ്ടിരിക്കും എന്നുള്ളത്. റിവ്യൂ ചെയ്യുക എന്ന് പറയുന്നത് അനലൈസ് ചെയ്തുകൊണ്ടിരിക്കും എന്നുള്ളതാണ്. അപ്പോൾ യൂട്യൂബ് തന്നെ നോക്കും അവരുടെ ചാനൽ ഓരോ വീഡിയോസും അല്ലെങ്കിൽ മൊത്തത്തിലുള്ള വീഡിയോസിനും എത്രത്തോളം വ്യൂസ് വരുന്നുണ്ട് എന്നുള്ളത് യൂട്യൂബ് തീർച്ചയായിട്ടും പല ഘട്ടങ്ങളിലായിട്ട് പല രീതിയിലും അവർ ചെക്ക് ചെയ്യും. യൂട്യൂബ് തന്നെ നമ്മളിടുന്ന വീഡിയോസുകൾ പ്രൊമോട്ട് ചെയ്യുന്ന അല്ലെങ്കിൽ യൂട്യൂബ് തന്നെ കൊടുക്കുന്നതിന് വേണ്ടി യൂട്യൂബിനകത്ത് തന്നെ ഒരുപാട് കാര്യങ്ങൾ, സജസ്റ്റഡ് വീഡിയോസുകൾ, സെർച്ച് വീഡിയോസുകൾ, അതുപോലെ തന്നെ സജസ്റ്റഡ് കണ്ടന്റുകൾ, അങ്ങനെ ഒരുപാട്, അല്ലെങ്കിൽ യൂട്യൂബിന് തന്നെ ഒരുപാട് നമ്മുടെ വീഡിയോസുകൾ കൂടുതൽ ആൾക്കാരിലേക്ക് എത്തിക്കുന്നതിന് വേണ്ടിയുള്ള കുറേ കാര്യങ്ങൾ യൂട്യൂബിനകത്ത് തന്നെയുണ്ട്. അതിനുപരിയാണ് നമുക്ക് എക്സ്റ്റേണൽ സോഴ്സ് എന്ന് പറഞ്ഞ ഓപ്ഷൻ. അതായത് എക്സ്റ്റേണൽ സോഴ്സ് എന്ന് പറയുന്ന ഓപ്ഷൻ ലിങ്ക് വഴി കയറുന്നതാണ് എക്സ്റ്റേണൽ സോഴ്സ് എന്ന് പറയുന്നത്. ആ ഒരു ഓപ്ഷൻ എന്ന് പറയുന്നത് നമ്മൾ ഫേസ്ബുക്ക് വഴി നമ്മൾ ലിങ്ക് വഴി യൂട്യൂബിൽ കയറുന്നത്, അതുപോലെ തന്നെ ഫേസ്ബുക്ക് വഴി കയറുന്നത്, വാട്സപ്പ് വഴി കയറുന്നത്, മറ്റേതെങ്കിലും പ്ലാറ്റ്ഫോം വഴി, വേറെ ഏതെങ്കിലും സൈറ്റ് വഴി നമ്മുടെ വീഡിയോസിൽ കാണുമ്പോൾ അതൊക്കെ എക്സ്റ്റേണൽ സോഴ്സിലാണ് വരുന്നത്. അപ്പോൾ യൂട്യൂബ് നോക്കുമ്പോൾ യൂട്യൂബിൻ്റെ ആ ഒരു ഓപ്ഷൻ വഴി കയറുന്നതിനേക്കാൾ നിങ്ങളുടെ ചാനലിൻ്റെ വീഡിയോസുകൾ കാണുന്നതിനേക്കാൾ കൂടുതൽ എക്സ്റ്റേണൽ സോഴ്സ് വഴി ഇതുപോലുള്ള വാട്സപ്പ്, ഫേസ്ബുക്ക് തുടങ്ങിയ പല പ്ലാറ്റ്ഫോം വഴി നിങ്ങളുടെ വീഡിയോസിന് റീച്ച് കൂടുതലാണെങ്കിൽ യൂട്യൂബിൻ്റെ അനലൈസ് വഴി നോക്കുമ്പോഴത്തേക്കും നിങ്ങൾക്ക് നിങ്ങളുടെ ചാനലിന് കിട്ടുന്ന വ്യൂസ് യൂട്യൂബ് വഴി കിട്ടുന്നതിനേക്കാൾ കൂടുതൽ, യൂട്യൂബിൻ്റെ ഒരു പ്രൊമോഷൻ രീതിയിൽ കിട്ടുന്നതിനേക്കാൾ കൂടുതൽ എക്സ്റ്റേണൽ സോഴ്സ് വഴി കിട്ടുന്നത് ആണെങ്കിൽ, വളരെ പെർസെൻറ്റേജ് കൂടുതൽ അങ്ങനെ കിട്ടുന്നതാണെങ്കിൽ
നിങ്ങളുടെ മോണിറ്റൈസേഷനെ ബാധിക്കും എന്നുള്ളതാണ്. മോണിറ്റൈസേഷന് വേണ്ടി അപ്ലൈ ചെയ്യുന്ന വ്യക്തികളും ശ്രദ്ധിക്കേണ്ട ഒരു കാര്യമാണ്. നിങ്ങൾ മോണിറ്റൈസേഷൻ കിട്ടുന്നതിന് കുറച്ച് മുമ്പെങ്കിലും മോണിറ്റൈസേഷൻ നിങ്ങൾ 4000 വാച്ച് അവർ ആവുന്നതിന് തൊട്ട് മുമ്പെങ്കിലും ഏകദേശം 3000 ഒക്കെ കഴിയുമ്പോൾ തന്നെ നിങ്ങൾ ഇങ്ങനെ വീഡിയോസുകൾ ഷെയർ ചെയ്യുന്നത് ഒന്ന് സ്റ്റോപ്പ് ചെയ്യുക എന്നുള്ളതാണ്. അങ്ങനെ സ്റ്റോപ്പ് ചെയ്തില്ല എന്നുണ്ടെങ്കിൽ അവർ അനലൈസേഷൻ ചെയ്യുമ്പോഴത്തേക്കും നിങ്ങൾ മോണിറ്റൈസേഷന് വേണ്ടി അപേക്ഷിക്കുന്ന സമയത്ത് യൂട്യൂബ് നിങ്ങളുടെ ചാനൽ അനലൈസ് ചെയ്യുമ്പോഴത്തേക്കും എക്സ്റ്റേണൽ സോഴ്സ് വഴി ഒരുപാട് വീഡിയോസുകൾ എക്സ്റ്റേണൽ സോഴ്സാണ് നിങ്ങളുടെ കൂടുതലെങ്കിൽ എക്സ്റ്റേണൽ സോഴ്സ് വഴിയാണ് വീഡിയോസുകൾ കൂടുതൽ വാച്ച് ആയിട്ടുള്ളത് എങ്കിൽ നിങ്ങളുടെ മോണിറ്റൈസേഷൻ കിട്ടാതെ വരുവാനുള്ള ചാൻസ് വളരെ കൂടുതലാണ്. അപ്പോൾ അത് നിങ്ങൾ പ്രത്യേകം ശ്രദ്ധിക്കുക. ഒരു 3000 വാച്ച് അവറൊക്കെ ആയതിനു ശേഷം നിങ്ങൾ പിന്നീട് വീഡിയോസുകൾ ഷെയർ ചെയ്യാതിരിക്കുക. അതാണ് എനിക്ക് പറയാനുള്ളത്. അതുപോലെ തന്നെ എനിക്ക് നിങ്ങളോട് പറയാനുള്ളത്, നിങ്ങളുടെ വീഡിയോസുകൾ മറ്റ് പ്ലാറ്റ്ഫോമുകളിലേക്ക് നിങ്ങൾ ഷെയർ ചെയ്യാൻ പാടില്ല എന്ന് ഞാൻ 100% ഞാൻ പറയുന്നില്ല. നിങ്ങൾക്ക് ചെക്ക് ചെയ്തതിന് ശേഷം നിങ്ങൾക്ക് ഷെയർ ചെയ്യാം. അതായത് നിങ്ങളുടെ എക്സ്റ്റേണൽ വാച്ച് വ്യൂസ് വളരെ കുറവാണെങ്കിൽ നിങ്ങൾക്ക് ഇടയ്ക്കിടയ്ക്കൊക്കെ വീഡിയോസുകൾ ഷെയർ ചെയ്യുന്നതുകൊണ്ട് പ്രോബ്ലംസ് ഒന്നും ഇല്ല. അപ്പോൾ വളരെ കൂടുതലാണെങ്കിൽ നിങ്ങൾ ഷെയർ ചെയ്യുന്നത് കുറച്ചൊന്ന് സ്റ്റോപ്പ് ചെയ്യുക എന്നുള്ളതാണ്. അപ്പോൾ ഇൻവാലിഡ് ക്ലിക്ക് ആക്ടിവിറ്റീസ് അതുപോലെ CTR ഒക്കെ കൂടുന്നത് നമ്മുടെ മോണിറ്റൈസേഷനെ ഒരുപാട് ബാധിക്കും. അതുകൊണ്ടാണ് എനിക്ക് ഇത്രയും നിങ്ങളോട് പറയാനുള്ളത്. ഇത് നിങ്ങൾക്ക് വേണമെങ്കിൽ നിങ്ങൾക്ക് എൻ്റെ ഈ അഭിപ്രായം നിങ്ങൾക്ക് സ്വീകരിക്കാം, അല്ലെങ്കിൽ തള്ളിക്കളയാം. കാരണം എന്ന് പറയുന്നത് യൂട്യൂബ് ഒരിക്കലും പറയുന്നില്ല നിങ്ങളുടെ വീഡിയോസുകൾ ഷെയർ ചെയ്യാൻ പാടില്ല എന്ന് പറയുന്നില്ല. അതുകൊണ്ട് തന്നെ നിങ്ങൾക്ക് വേണമെങ്കിൽ ഷെയർ ചെയ്യാം. പക്ഷേ നിങ്ങൾ ഷെയർ ചെയ്യുന്നത്, എൻ്റെ ഒരു പേഴ്സണൽ അഭിപ്രായം പറയുകയാണെങ്കിൽ, നിങ്ങളുടെ യൂട്യൂബിൻ്റെ അനലൈസേഷൻ നിങ്ങൾ ചെക്ക് ചെയ്തതിന് ശേഷം മാത്രം നിങ്ങൾ യൂട്യൂബ് സ്റ്റുഡിയോയിൽ പോയിട്ട് നിങ്ങളുടെ വീഡിയോയുടെ വ്യൂസിൻ്റെ അനലൈസേഷൻ നിങ്ങൾ ചെക്ക് ചെയ്യുക. എക്സ്റ്റേണൽ സോഴ്സിനെക്കാട്ടി വളരെ കൂടുതലായിരിക്കണം നിങ്ങളുടെ യൂട്യൂബ് വഴി നിങ്ങളുടെ വീഡിയോസുകൾ വാച്ച് ചെയ്യുന്ന ആൾക്കാരുടെ എണ്ണം. അതിലേക്കാട്ടി കൂടുതലാണ് നിങ്ങളുടെ എക്സ്റ്റേണൽ സോഴ്സ് എങ്കിൽ തീർച്ചയായിട്ടും നിങ്ങൾ ഷെയർ ചെയ്യാതിരിക്കുന്നതാണ് നല്ലത് എന്നുള്ളതാണ് എൻ്റെ ഒരു അഭിപ്രായം. അപ്പോൾ ഫ്രണ്ട്സ്, വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ വീഡിയോക്ക് ലൈക്ക് ചെയ്യുക. മറ്റൊരു നല്ലൊരു വീഡിയോ വീണ്ടും കാണാം.